നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം വമ്പന്മാരെ വെല്ലുവിളിച്ചാണ് മൊറോക്കോ ഫിഫ റാങ്കിങ്ങിൽ ഉയരുന്ന സ്ഥാനത്തേക്ക് വന്നത്. 11ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. സമീപകാലത്ത് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു വിന്നിങ് സ്ട്രീക്ക് ഉണ്ട്. ഏത് വമ്പനെയും വെല്ലുവിളിക്കാൻ അവർക്ക് കെൽപ്പുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ നമ്മളത് കാണുകയും ചെയ്യും. പക്ഷേ തുടരെ 19 മത്സരങ്ങൾ വിജയിച്ചു വന്ന അവരുടെ വിന്നിങ് സ്ട്രീക്കിന് ഇപ്പോൾ കടിഞ്ഞാണിട്ടിരിക്കുകയാണ് മാലി. 20ാമത്തെ തുടരൻ വിജയത്തിനായിട്ട് ഇറങ്ങി അവരെ ആഫ്കോണിൽ മാലി 1-1 സമനിലയിൽ കുരുക്കിയിരിക്കുന്നു. കളിയിൽ ബ്രൈൻ ഡയസിലൂടെ ലീഡെടുത്തതാണ് മൊറോക്കോ. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് ആ പെനാൽറ്റി ഗോളിലൂടെ മൊറോക്കോ ലീഡെടുത്ത്. പക്ഷേ അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോയി. ലാസിനെ സിനയോക്കോയുടെ ഗോൾ പിറക്കുന്നു രണ്ടാം പകുതിയുടെ 64ാമത്തെ മിനിറ്റിൽ. ആ ഗോളും പെനാൽറ്റിയിലൂടെയാണ് വന്നത്. 2 പെനാൽറ്റികൾ കണ്ട മത്സരം. കളി 1-1 സമനിലയിൽ അവസാനിച്ചതോടെ മൊറോക്കോയുടെ 19 മത്സരങ്ങളുടെ വിന്നിങ് സ്ട്രീക്ക് ഇതാ അവസാനിച്ചിരിക്കുന്നു. ഏതായാലും കളി സമനിലയായെങ്കിലും ഗ്രൂപ്പ് എയിൽ 1ാം സ്ഥാനത്ത് ആഫ്കോണിൽ മൊറോക്കോ തന്നെയാണ്. 2 കളികൾ 4 പോയിന്റ്. മാലിക്കും സാംബിയക്കും 2 കളികളിൽ 2 വീതം പോയിന്റ് ഉണ്ട്. അതേസമയം ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൽ ഈജിപ്ത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 1-0 വിജയം. മോസല പെനാൽറ്റിയിലൂടെയാണ് അവരുടെ ഗോള് കണ്ടെത്തിയത്. ഒരു പെനാൽറ്റി അവസാന ഘട്ടത്തിലേക്ക് തങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ള വലിയ രൂപത്തിലുള്ള ആക്ഷേപം എന്തായാലും സൗത്ത് ആഫ്രിക്ക പോയി ഉയർത്തുന്നുണ്ട്. ഒരു ഹാൻഡ് ബോൾ അത് റഫറി കണ്ടില്ലെന്ന് നടിച്ചു എന്നാണ് വിവാദം. സംഗതി എന്തായാലും മോസല വീണ്ടും ഗോളടിച്ചിരിക്കുന്നു. 2ാമത്തെ മത്സരവും വിജയിച്ച് ഗ്രൂപ്പ് ബിയിൽ 6 പോയിന്റോടെ ഈജിപ്ത് 1ാം സ്ഥാനത്ത് 3 പോയിന്റോടെ സൗത്ത് ആഫ്രിക്ക 2ാമത്. ആഫ്രിക്കയുടെ കൽപ്പന്താട്ടം പുരോഗമിക്കുകയാണ്. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് മുറുകുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.